കൊല്ലം വെളിനെല്ലൂർ മുളയറച്ചാലിലെ പോലീസ് അതിക്രമത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ജനകീയ സമരസമിതി. മാലിന്യ പ്ലാന്റിലേക്ക് വന്ന ലോറികൾ തടഞ്ഞതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കൈകേറ്റം ചെയ്തതായാണ് പരാതി. മണിക്കൂറുകൾ നീണ്ട സമരത്തിനൊടുവിലാണ് വാഹനങ്ങൾ നീക്കം ചെയ്ത് മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത്. സ്ലൈസ് അപ്പ് ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് മുളയറച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചത് 2 വർഷം മുൻപാണ്. ദുർഗന്ധവും പൊടിശല്യവും കാരണം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച പ്ലാന്റ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. മാലിന്യവുമായി ലോറികൾ പ്ലാന്റിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു ജനങ്ങൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ മാലിന്യങ്ങളുമായി വാഹനങ്ങളെത്തി. പ്രദേശവാസികൾ വാഹനങ്ങൾ തടഞ്ഞു. വാഹനം തടഞ്ഞ സ്ത്രീകളെ അടക്കം പോലീസ് കയ്യേറ്റം ചെയ്തതായാണ് പരാതി. കുതിരി മാറാൻ ശ്രമിക്കുന്നതനുസരിച്ച് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. എൻ്റെ നെഞ്ചിനാണെങ്കിൽ 2-3 ഇടിയൊക്കെ ഇടിച്ചു. തിരിച്ചതിന് ശേഷം ഞങ്ങൾ എന്നിട്ട് മാറിയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മരണം വരെ ഞങ്ങൾ നിൽക്കിനി ഞങ്ങൾക്കിത് അനുവദിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നത്തേക്ക് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വന്നു. അന്നേ തുടക്കം തൊട്ട് ഈ സമരത്തിന് ഇറങ്ങുമ്പോഴെല്ലാം സ്ത്രീകളെ അടിയാ. ഇനി ഞങ്ങളുടെ നാട്ടിൽ ഒരു തുള്ളി വേസ്റ്റ് ഈ പ്ലാന്റിലോട്ട് കേറത്തില്ല, കേട്ടാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കളും കൊച്ചുമക്കളും ഉള്ളവർ, അവർക്ക് ഇനി വരും തലമുറകളിൽ അവർക്ക് പഠിക്കണ്ടേ? അവർ ചോദിക്കൂലേ നമ്മളോട് എന്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ എടുത്ത് കളഞ്ഞില്ലാന്ന്? നമ്മൾ എന്ത് മറുപടി നമ്മൾ മക്കളോട് നമ്മൾ പറയും? ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ വാഹനങ്ങൾ നീക്കം ചെയ്തു. പോലീസ് നടത്തിയ അതിക്രമത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് അധികാരികൾ വന്നു. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അതിന് പോലീസ് അധികാരികളെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്ക് ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ പോലീസ് അധികാരികൾ വന്ന് ഇവിടുത്തെ സ്ത്രീകൾക്കുൾപ്പെടെ ഉള്ള ഒരു കടന്നാക്രമണം നടത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങളിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. മുൻപ് പ്രതിഷേധം നടന്നപ്പോൾ സംഭവ സ്ഥലത്തില്ലാതിരുന്ന ആളുകൾക്കെതിരെ വരെ പോലീസ് കേസെടുത്തതായും പരാതിയുണ്ട്. ഇന്നലെ പുനലൂർ RDO പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് പ്ലാന്റ് താൽക്കാലികമായി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. പ്ലാന്റ് സ്ഥിരമായി അടച്ചുപൂട്ടണമെന്ന നിലപാടിലാണ് ജനകീയ സമരസമിതി. ജനം, കൊല്ലം.